അതെ, അത് തന്നെ. അടുത്തിരുന്ന് പഴുത്ത അത്തിപ്പഴം തിന്നുന്ന ജോൺ, സൈമൺ, യൂദാസ് ഇവരെ നോക്കി കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ എപ്പോഴും ഗുരുവിന്റെ കൂടെയാണല്ലോ. ഒരു രാത്രി അങ്ങ് എൻ്റെ അതിഥിയായിരുന്നതുകൊണ്ട് ഞാൻ ധന്യനായി. എൻ്റെ വീടിന് ഇനി ആപത്തൊന്നും ഉണ്ടാകില്ല. അങ്ങ് അതിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഈശോ മറുപടി പറഞ്ഞു, ഒരു അനുഗ്രഹം ഫലപ്രദമാകണമെങ്കിൽ, അതിൻ്റെ ഫലം ഏറെക്കാലം നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ ദൈവത്തിൻ്റെ നിയമം പാലിക്കണം. എൻ്റെ പ്രബോധനത്തോട് വിശ്വസ്തത കാട്ടണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അനുഗ്രഹത്തിൻ്റെ സൽഫലങ്ങൾ നിലച്ചു പോകും. അത് ന്യായം മാത്രമാണ്. വെയിലും ശുദ്ധവായുവും ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നു. അതില്ലാതെ ജീവൻ നിലനിർത്താൻ കഴിയില്ല. നല്ലവർ കൂടുതൽ നല്ലവരാകുന്നതിനും അവർക്ക് അവസരം നൽകിയിരിക്കുകയാണ്.